എന്നാലും എൻ്റെ രാജുവേട്ടാ, നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്? ഈ ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഘിൻ്റെ ആസനത്തിലാണ് ഈ കമ്പിപ്പാര കയറ്റേണ്ടത്. വല്ലാത്തൊരു കയറ്റലായിപ്പോയിട്ടോ. കാരണം ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ സകല സംഘി കൂട്ടങ്ങളും ഓടുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇട്ട് അതിട്ട് ഇതിട്ട് ഒരുമാതിരി ഈ ആസനത്തിൽ വെട്ടിക്കൊള്ളുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. നല്ല രസമുണ്ട് കണ്ടു ചിരിക്കാൻ. എത്ര സംഖ്യകളാണ്. എന്നാൽ ഇമ്മാതിരിയൊക്കെ ഒരു കൊടുക്കച്ചല്ലോ. ഞാനിവിടെ റിവ്യൂ പറയാൻ വന്ന ആളല്ല കേട്ടോ. ഞാൻ ഈ മൂവി കണ്ടിട്ടേ തുടക്കം മുതൽ അങ്ങോട്ട് സംഘിക്കിട്ടാ പണി. 2002 കലാപം മുതൽ അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് ഇവന്മാര് നമ്മുടെ നാട് പിടിച്ചടക്കിയ വൃത്തികെട്ട ചേറ്റ പരിപാടി അതുപോലെ നൈസായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. അവസാനം കലാപം ഉണ്ടാക്കിയ പരമനാറിനെ തന്നെ ഇങ്ങനത്തെ ഒരു പടം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിചാരിച്ചില്ല. എന്നാലും നമ്മുടെ മുരളി ഗോപി നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതൂലേ? നിങ്ങളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ നമ്മുടെ മോഹൻലാൽ പൊതുവെ സംഘിപ്പട്ടുള്ള മനുഷ്യൻ, എന്നാലും വേണ്ടില്ല, അടിപൊളിയൊക്കെ അതങ്ങോട്ട് അവതരിപ്പിച്ചും കൊടുത്ത്. കൂട്ടത്തിൽ നമ്മുടെ രാജുവേട്ടനും ഡയറക്ഷനും അഭിനയിക്കാനും എല്ലാത്തിനും ഇതെല്ലാം കൂടെ കണ്ട് വെകിളി കൂട്ട സംഘികൾ എത്ര തൂങ്ങി ചത്തുണ്ടോ ഇപ്പോൾ. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ. ഞാനിങ്ങനെ ആലോചിച്ചാനേ നിങ്ങൾക്ക് ഒരുപാടൊന്നുമല്ല, നമ്മൾ 2-3 സംഘിക്കരച്ചിലുകൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടേ നമ്മൾ എടുക്കാൻ പോകണേ നമ്മുടെ ഷൈനി മധുസൂദനൻ ചേച്ചിൻ്റെ കേട്ടോ. ചേച്ചി പറഞ്ഞ ഡയലോഗുകൾ കേൾക്കുക നിങ്ങൾ. രാജ്യത്തിൻ്റെ ഉന്നത പദവിയായ ലഫ്റ്റനൻറ്റ് കേണൽ എന്ന ഫ്രീ ആയി കിട്ടിയ ബോർഡും കഴുത്തിൽ തൂക്കി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന മൂക്കൻലാൽ എൻ്റെ അമ്മേ എന്ന കഴുതയ്ക്കും കൂടെ നിൽക്കുന്ന ലോക ഫ്രോഡുകൾക്കും പോയി തൂങ്ങി ചത്തൂടടാ. അത് ചേച്ചിക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. UK തൂങ്ങിച്ചത്ത മലയാളി ധീരസംഖ്യ എന്നും പറഞ്ഞിട്ട് നമുക്ക് നാളെ തൃശ്ശൂർ ബോർഡ് വെക്കാനുള്ളതാണ്. ചേച്ചി അത് നോക്കണം. പിന്നെ രായപ്പൻ്റെ ജിഹാദി പ്രേമവും ഹിന്ദു വിരോധവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മൂക്കൻലാൽ എന്ന ലോക പൊട്ടൻ സത്യത്തിൽ ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായി നിന്ന് കൊടുക്കുന്നതാണോ? ഈ 4 നാറികൾക്കും എൻ്റെ നടുവിരൽ നമസ്കാരം. ചേച്ചിയുടെ നടുവിരൽ ചേച്ചിൻ്റെ അവിടെ വെച്ച് അടക്കി, അല്ലെങ്കിൽ വല്ല ഈച്ചയും കയറും. അല്ലെങ്കിൽ ചേട്ടനോട് പറയാം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എനിക്ക് അവിടെ എന്നുള്ളത്. അല്ലാണ്ട് നടുവിരൽ കണ്ടോർക്ക് കൊണ്ട് കൊടുക്കരുത്. ചേച്ചി എന്നെ സ്വയം സുഖം കണ്ടെത്തണം ആ നടുവിരൽ വെച്ചിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം ചേച്ചി എന്താ വെച്ചത്? മോഹൻലാൽ പൊട്ടൻ അല്ലേ, ലോക പൊട്ടൻ. എൻ്റെ തമ്പുരാനെ, മോഹൻലാലിൻ്റെ മറ്റേ നരസിംഹം ഡയലോഗ് ഉണ്ട്, കാലിൽ വേണമെങ്കിൽ നഖം വെട്ടി തിന്ന, ആ നഖം വെട്ടി കരിഞ്ഞതിൻ്റെ കരി പോലും ആവാനുള്ള യോഗ്യത ഇല്ലാത്ത നീയാണല്ലോ ഈ പറയുന്നത്. നീയൊക്കെ എന്ത് കൊണയടിച്ചിരുന്നത് മറ്റേ ഈ കേരള സ്റ്റോറി മൂവിയൊക്കെ വന്ന സമയത്ത്. അതെന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ്. അംബികയും മറ്റേ സുരേഷും കണ്ട് കരയായിരുന്നു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട്. കയ്യടി പൊക്കിട്ടെ, സംഘിക്കിട്ട് കയ്യടിച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ തിരിച്ച് കിട്ടി. ഇതെന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ഗുജറാത്തിൽ നിങ്ങൾ ഇന്ത്യ പിടിച്ചടക്കിയ തുടക്കം 2002 ഗുജറാത്തിലെ കലാപം മുതൽ അങ്ങോട്ട് പണി കിട്ടില്ലേ? തേച്ച് തന്നില്ലേ? അവസാനം അതും തീർത്തുന്നില്ലേ? നാണുണ്ടോ? ഇങ്ങനെയൊക്കെ തൂങ്ങി ചത്തൂടെ പോയിട്ട്? സത്യം ചോദിക്കുന്നത്, പോയി തൂങ്ങി ചത്തൂടെ? എന്നാലും എൻ്റെ ഖുറൈഷി എബ്രാം വല്ലാത്തൊരു പൊട്ടിക്കലായി പോയിട്ടോ. നമ്മൾ ജിഹാദികൾ നിങ്ങളെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് നിൽക്ക്. ഇനി എന്തൊക്കെ കിടക്കുന്നത് ഇതിനോട് തീരുന്നില്ല. ഇവിടുത്തെ അങ്ങോട്ട് വേറെ കുറേ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ കേൾക്ക്, ഞാൻ പറഞ്ഞു തരട്ടോ. അടുത്തത് തത്വമൈ ന്യൂസ്, ഏതോ ഒരു സംഖ്യ ന്യൂസ്. ഹൈപ്പുണ്ടാക്കി ആളുകളെ പറ്റിച്ചു. എമ്പുരാൻ സുഡാപ്പികളെ സുഖിപ്പിക്കാനോ ടിക്കറ്റ് റദ്ദാക്കി നിരവധി പ്രേക്ഷകർ. അത് ഞാൻ കണ്ടിരുന്നു. 4-5 സംഖ്യ ചാനലിൽ ഏതോ ടിക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവന്മാരെ മറ്റേ കരി മുക്കി ക്യാൻസൽ എന്നുള്ള വടിയും വെച്ചിട്ട് വിട്ട 3-4 പോസ്റ്റുകൾ. ഇതൊക്കെ കാണുമ്പോഴല്ല ചിരിച്ച് മണ്ണ് തപ്പിപ്പോട്ടോ. അവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ലസിതക്കുട്ടി എന്തോ ഇട്ടിരുന്നല്ലോ, എന്തായിരുന്നു അത്? എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തനിയെ തീപിടിച്ചതല്ല. ഇനി വരും. ഇങ്ങനെ സംഖ്യകളുടെ പല കഥകളും വരും. ഗുജറാത്ത് കലാപത്തിനെ പറ്റി, അതിന് നമ്മുടെ മോദിജിൻ്റെ മറ്റേ വൈറ്റ് വാഷ് ചെയ്യുന്ന കഥകളും, നമ്മുടെ അമിത്ഷാജീനെ ആസനത്തിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന കഥകളും ഇതൊക്കെ ഇനി വരും. നിങ്ങൾ കണ്ടതൊക്കെ വരാൻ പോകുന്ന 2-3 ദിവസത്തേക്ക്. പിന്നെ പണം കാണാത്തവരുണ്ട്, എത്രയും പെട്ടെന്ന് പോയി കണ്ടട്ടോ. ഈ പറഞ്ഞ സംഖ്യക്കൂട്ടങ്ങൾ ഇത് ചിലപ്പം ബാനൊക്കെ ചെയ്താളും. ശരിക്കും കൊള്ളതാണേ, അങ്ങ് ആസനത്തിലാണ് കയറിയത്. അപ്പോൾ എന്തായാലും ബാൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്കിതൊന്നുമല്ല, ഇതൊക്കെ കണ്ടിട്ട് സംഖ്യയ്ക്ക് മാത്രമല്ല ചില കൃസംഖികൾക്കും കുരു പൊട്ടിയിട്ടുണ്ട്. അതിൽ ഒരു കൃസംഖിയാണ് നമ്മുടെ മറുനാടൻ. മറുനാടൻ്റെ കൃസംഖിത്തരം എന്തൊക്കെയെന്ന് കാണിച്ചിരാം.
എടാ രാജപ്പ, ലാലേട്ടനെ വെച്ച് ഈ ചതി വേണ്ടായിരുന്നു, പണി പാളിയോ? പണി നിൻ്റെത് പാളി. നിനക്കൊക്കെ ഈ സംഗീനെ പറഞ്ഞപ്പോണ്ടല്ലോ, ഇവൻ്റെയൊക്കെ ഉള്ളിലെ താനി സ്വഭാവം ഉണ്ടല്ലോ, താനി ആ വൃത്തികെട്ട കൃസംഗി സ്വഭാവം, അതൊക്കെ പുറത്തോട്ട് ഇങ്ങനെ പല രീതിയിലാണ് ചാടി വിടുന്നത്. ഒരു പോസ്റ്റൊന്നുമില്ല, ഇന്ന് ഇവർ രാവിലെ മുതൽ പോസ്റ്റുകളായിട്ടും വീഡിയോസ് ആയിട്ട് തിരിച്ചും മറച്ചു വിട്ടുകൊണ്ടിരിക്കുക. അതിൽ വേറെ പോസ്റ്റാ, സ്റ്റീഫൻ നെടുമ്പള്ളി സൂപ്പർ, ഖുറൈഷിക്ക് പഞ്ച് പോരാ, മോഹൻലാലിൻ്റെ മാസ് അഡ്രിനാലിൻ ബോംബിംഗ് ഇല്ല, ഓവർലോഡഡ് ആയ സ്ക്രിപ്റ്റ്, പൃഥ്വിയുടെ ഡയറക്ഷനും പോരാ, കട്ട ആരാധകർക്ക് കൈയടിക്കാൻ അധികം സീനുകളില്ല. അന്നും സാരമില്ലടാ കൊച്ചുമോനെ, ആൾക്കാരൊക്കെ വേണ്ട പോലെ കൈയടിക്കുന്നുണ്ട്. ജിഹാദികളെ സപ്പോർട്ടിൻ്റെ ചങ്ങായിമാരെ, നിങ്ങളെന്തി പറയുന്നത്? ജിഹാദി സപ്പോർട്ട് ചെയ്താൽ പിന്നെ വെറുതെ പോകും. മൊത്തം ജിഹാദികൾ പടം കാണാൻ പോയിന്നാ കേട്ട്. നോമ്പ് പോലും വക വെക്കാണ്ട് ജിഹാദികൾ പോയി പടം കണ്ടുകൊണ്ടിരിക്കുക. ഈ കേരള സ്റ്റോറി, നമ്മുടെ ആർട്ടിക്കിൾ 370 പോലത്തെ മറ്റേ കാശ്മീരി പണ്ഡിറ്റ്, പിന്നെ ഇമ്മാതിരി പടങ്ങളൊക്കെ ഇറക്കണ സമയത്തെ നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു. അതിൽ ചെറ്റത്തരാണ് പറയുന്നത് പറയുമ്പം നിങ്ങൾ അങ്ങോട്ട് മേലെ കയറാൻ വന്നില്ലേ. തിരിച്ചൊരു പണി അങ്ങോട്ട് കിട്ടിയപ്പോഴല്ലോ പൊള്ളി, വെറും പൊള്ളലൊന്നുമല്ല, ആസനത്ത് പൊള്ളൽ. നാളെ കക്കൂസിൽ തൂറുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ആസനം പൊള്ളിയിട്ട് ഇവന്മാർക്കൊന്നും കക്കൂസ് പോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ സംഖ്യക്ക്. എന്താണെങ്കിലും കലാപത്തിൽ തുടങ്ങി അത് ഉണ്ടാക്കിയതിൻ്റെ ഉണ്ണാക്കലിട്ട് വെടിവെച്ചിട്ട് ഫിലിം തീർത്തു തന്നതിന് നമ്മുടെ രാജുവേട്ടനും നമ്മുടെ പൃഥ്വിരാജിനും മോഹൻലാലിനും മുരളി ഗോപിക്കും, പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് അമ്മാതിരി എന്താ പറയുക വർക്ക് അതിലെടുത്ത് വെച്ചിട്ടുള്ള ഒരു ലോകോത്തര മേക്കിംഗ് ആണ് മൂവി. പിന്നെ കുറേ ആവശ്യമില്ലാതെ സ്ലോ മോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ അതിൻ്റെ പ്രമേയം ഉണ്ടല്ലോ, അത് സ്റ്റീഫൻ നെടുമ്പള്ളി ഒന്നുമല്ല, നമ്മുടെ സംഘിക്കിട്ടുള്ള ഗുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പൃഥ്വിരാജ് പൊട്ടിച്ച് തുടങ്ങിയത്. ഇനി നാളെ മുതൽ കട്ട കട്ട കട്ടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കും നമുക്ക് കാണാം. ഓക്കെ.